ചത്ത പച്ച എന്ന സിനിമ കാണുന്നതിന് മുൻപ് തന്നെ എന്താണ് ഈ സിനിമയുടെ ടൈറ്റിൽ, ഇതിന്റെ മീനിങ് എന്താണ്, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു സിനിമയുടെ ഒരു ടൈറ്റിൽ പകുതി കട്ട് ചെയ്തു പോയത് എന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഈ സിനിമ കണ്ട ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതിന്റെ തീം ഇങ്ങനെ WWE ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തീമാണ്, അതാണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഡെബ്യൂട്ടന്റ് ഡയറക്ടർ ആയിട്ടുള്ള അദ്വൈത് നായരാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് ഇങ്ങനത്തെ ഒരു തീം മലയാള സിനിമയിൽ മുൻപ് വന്നിട്ടുമില്ല. അപ്പൊ ഞാനിങ്ങനെ അതും ഈ WWE ഈ സ്റ്റൈൽ ആക്ഷൻ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഒരു സെക്ടർ, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ കുറെ ഒക്കെ ഒരുപാട് ഇങ്ങനെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ ചത്താപ്പച്ച എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയത്. അപ്പൊ സിനിമ എങ്ങനെ ഈ തീമിനെ എക്സ്പ്ലോർ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ചത്താവച്ചയാണല്ലോ. ചത്താവച്ച എന്ന് പറഞ്ഞാല് മട്ടാഞ്ചേരിയിലെ ഈ ലോക്കൽ റെസ്ലിംഗ് സീനിൽ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഡു ഓർ ഡൈ, അതായത് റിങ്ങില് പെർഫോം ചെയ്യുന്ന സമയത്ത് ഡു ഓർ ഡൈ എന്നുള്ള ഒരു ടീമാണ് ചത്താപച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് സത്യത്തിൽ ഈ സിനിമയില് തീമിലേക്കും പെർഫോമൻസിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കോർ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഏറ്റവും കോർ സ്ട്രെങ്ത് എടുക്കുന്നത് ഇതിന്റെ ഒരു സിനിമ ടെക്നിക്കലി നല്ല സൗണ്ടാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം എനിക്കിതിന്റെ സിനിമോട്ടോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ ഇത് രണ്ടും കൂടിയിട്ട് അങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് പോയത് കൊണ്ട് ഉണ്ടാക്കിയൊരു ആംബിയൻസ് ഉണ്ട് സിനിമയിൽ. നല്ല കളർ ടോൺസ്, നല്ല സെറ്റിങ്സ്, എസ്പെഷ്യലി ഈ റിംഗ് ഒക്കെ, ഈ റെസ്ലിംഗ് റിംഗ് ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു വിന്റേജ് മോഡലൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ നടക്കുന്ന ആക്ഷനും ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നതും ആ ഒരു കളർ ടോണിൽ, ആ ഒരു ആംബിയൻസിൽ നമ്മളത് കാണുമ്പോഴൊക്കെയാണ് അതിനൊരു വല്ലാത്തൊരു കിക്ക്. അതായത് ഈ ഇപ്പൊ നമ്മള് സിനിമയില് പറയുന്ന 90s കിഡ്സ് അതുപോലെ 2000 കിഡ്സും മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവര് രണ്ട് കൂട്ടരുടെയും ഈ ഒരു WWE നോസ്റ്റാൾജിയ ഉണ്ടല്ലോ, പണ്ട് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും വീടുകളിൽ ഇമിറ്റേറ്റ് ചെയ്തിരുന്ന സംഭവമാണ് ഈ ഒരു അന്നത്തെ ഫേമസ് ആയിട്ടുള്ള റെസ്ലേഴ്സൊക്കെ ചെയ്തിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ. അതൊരു വല്ലാത്ത കിക്ക് തന്നെയായിരുന്നു. അപ്പൊ ആ കിക്ക് ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവര് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആനന്ദ് സി ചന്ദ്രനാണ്, അതുപോലെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുനിൽ ദാസ് ആണ്. ഇവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ആദ്യമേ തന്നെ പറയേണ്ടി വരും. അപ്പോ ഇത് സിനിമയുടെ തീം എന്ന് പറയുന്നത്, തീമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഒരു മട്ടിലാണ്. കാരണം വളരെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, വളരെ ക്രിഞ്ചി ആയിട്ടുള്ള ഷോട്ടുകൾക്ക് മാത്രം ഒരു ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിലുള്ള അത്രയ്ക്കും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇതിന് സ്ക്രിപ്റ്റ് റൈറ്റർ സനൂപ് തൈക്കുലം ചെയ്തിട്ടുള്ളത്. സെറ്റിലിരുന്ന് എഴുതിയതാണോ എന്നൊക്കെ നമുക്ക് ഒരു സംശയം തന്നെ തോന്നാനായിട്ട് സാധ്യതയുള്ള രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു വേസ്റ്റ് എഫക്ട്സ് ബാധിച്ചത് ശരിക്കും പറഞ്ഞ പിന്നെ റോഷൻ ചെയ്യുന്ന ഈ വെട്രി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഏതാനും കുറച്ച് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും പറയാനില്ലാത്ത പോലെയാണ് സ്ക്രിപ്റ്റ് ഈ ഒരു ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്, അത് നിങ്ങളുടെ മാർഗംകളി കൂടാനായിട്ടല്ല. ഇപ്പൊ ചത്താപച്ചയുടെ ബേസിക് തീമില് ഈ 3 ഫ്രണ്ട്സിന്റെ കഥയാണല്ലോ. അതായത് ചെറുപ്പത്തില് ഇവര് 3 പേരും കട്ട WWE ഫാൻസ് ആണ്. അവർ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ട്രെയിൻഡ് ആണ്, വാൾട്ടറിന്റെ കുട്ടികളാണ്. അപ്പൊ ഇതില് സ്പ്ലിറ്റ് ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയ ആള് ഇഷാൻ ഷൗക്കത്ത് ചെയ്യുന്ന ലിറ്റിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആള് തിരിച്ചു വരുന്നു, ഇവര് ഫ്രണ്ട്സ് റീയൂണേറ്റ് ചെയ്യുന്നു.
റീയൂണിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ബോണ്ടും പാഷനായിട്ടുള്ള ഈ റെസ്ലിങ്ങിനെ ഒന്ന് വീണ്ടും റിവൈവ് ചെയ്യിക്കുക, എന്നിട്ട് ലോക്കലി ഇത് എങ്ങനെ ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അതിൻ്റെ ഒരു കംപ്ലീറ്റ് കിക്കും പാഷനും ഒക്കെ വീണ്ടും ഒന്ന് റീലിവ് ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഈ സിനിമയുടെ ബേസിക് തീം. അപ്പൊ അതില് നമുക്കറിയാം നമ്മൾ ഈ ആക്ടേഴ്സ് എല്ലാവരും തന്നെ ഒരു റെസ്ലിംഗ് ബോഡി ഒന്നുള്ള ആളുകളല്ല. പ്രത്യേകിച്ചും അർജുൻ അശോകന്റെ സേവയോ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നന്നായിട്ട് ആ സ്ലാങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ. അതുപോലെ തന്നെ ഈ റെസ്ലിംഗ് ഒക്കെ എന്തായാലും ട്രെയിൻഡ് ആയിട്ടാണല്ലോ ഇവരെല്ലാം അത് പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ ബോഡി ഡെഫിനറ്റ്ലി അത് എത്രയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉള്ള ബോഡി വെച്ചിട്ട് ആ കോസ്റ്റ്യൂമിലൊക്കെ വന്ന് റിങ്ങില് പറ്റാവുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, അർജുൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഷന്റെ കാര്യം പറയുകയാണെങ്കിൽ റോഷൻ ഒരു ക്യാരക്ടർ ആക്ടർ ആയിട്ടാണല്ലോ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു ഇൻഹിബിഷനൊക്കെ റോഷനുണ്ട്. മാത്രമല്ല റിങ്ങില് റോഷനെ കൊണ്ടുവന്ന സമയത്ത് കോസ്റ്റ്യൂം ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് വളരെ ക്ലെവർലി അതിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതില് ബോഡി വൈസ് റിങ്ങില് വിശാഖിന്റെയാണ്. വിശാഖ് അങ്ങനെ ഓഫ് ഷർട്ടൊക്കെ വരുന്നുണ്ട്, അപ്പൊ കൊള്ളാമായിരുന്നു. കുറച്ച് വിശാഖിന്റെ ഒരു പ്രൊഫൈൽ അങ്ങനെ ഒരു ഹൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വിശാഖിന്റെ പ്രൊഫൈൽ കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നി. പിന്നെ ഇതില് അവരുടെ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങില് സാബു ഉണ്ട്, വൈഷ്ണവ് ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശരിക്കും വൈഷ്ണവൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്കും ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് കൂടുതലായിട്ട്. അങ്ങനെ റെഫറി ആയിട്ട് നമ്മുടെ ലക്ഷ്മി മേനോൻ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു കാര്യം ഞാനിങ്ങനെ സിനിമയിൽ പ്രത്യേകം നോട്ട് ചെയ്തത്, അവരവിടെ ഉണ്ട് ആ റിങ്ങില്, പക്ഷെ എന്തോ അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല സിനിമ. ഒട്ടും അവരിലേക്ക് ചെയ്യുന്ന സമയത്ത് പോലെ ഒരു ഫോക്കസ് വരാത്ത പോലെ, അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ഒട്ടും സിനിമയില് എവിഡന്റ് അല്ല. അങ്ങനെയുള്ള രീതിയിലാണ് അവർ ക്യാരക്ടറിനെ പിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതില് ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ ഈ ചെറിയാൻ എന്ന് പറഞ്ഞ ഈ ലോക്കൽ ദാദാ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, ഈ ഗ്യാങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ വിശാഖ് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ വിശാഖിന്റെ ഒരു ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ അദ്വൈത് ഇതിൽ കൊടുത്തിരിക്കുന്നത് വിശാഖിനാണ്. വിശാഖ് അത് മാക്സിമം ആ ലുക്കിലും കോസ്റ്റ്യൂമിലൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ മൊത്തം അത് ആ ക്യാരക്ടറിനെ എങ്ങനെ റിഫ്ലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി റിഫൈൻമെന്റ് വരാനുണ്ട് വിശാഖിന്റെ ആ ഒരു ആക്ടിങ്ങിൽ ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിലെ ഒരു ലേഡി ക്യാരക്ടർ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ, ഇങ്ങനെ ഒരു റെസ്ലറായിട്ട് വരുന്ന പിന്നെ കാർമെൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ആ ഒരു റെസ്ലിംഗ് റിങ്ങിൽ അവരെ എടുത്തെറിയുന്നതും അതുപോലെ അതിന്റെ അവര് തന്നെ റെസ്ലിംഗ് ചെയ്യുന്നതും ഒക്കെ ഈ കുട്ടി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതില് മിന്നോനില്ല, പണ്ടത്തെ ചൈൽഡ് ആർട്ടിസ്റ്റ്, ആളിങ്ങനെ ഇങ്ങനെ ആവേശകരമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നല്ല എനർജി ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ അങ്ങനെ എല്ലാവരും ആ ഒരു സിനർജി ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് റെസ്ലിംഗ് പോർഷൻസ് നല്ല രീതിയിൽ എൻജോയബിൾ ആയിട്ടും അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ കൊണ്ടുവരാനായിട്ട് പിന്നെ പറ്റിയിട്ടുണ്ട്. ശരിക്കും സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മളൊരു ഇമോഷണലി ബോണ്ട് ചെയ്യുന്ന കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ കൊണ്ടുവന്ന് കഥയും കൂടിയിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഒരു നല്ല വേർഷനിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ സിനിമ ഒന്നും കൂടി എലിവേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. എന്തായാലും പിന്നെ ഇതിലൊരു സീനിയർ ക്യാരക്ടേഴ്സ് ആയിട്ട് പിന്നെ നമ്മുടെ സായികുമാർ ഉണ്ട്. സായികുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സായികുമാറിനെ കുറച്ച് യങ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ സായികുമാർ ഒരു വീൽ ചെയർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പിന്നെ സായികുമാറിന് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്നൊരു കാര്യമാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ രജനികാന്തൊക്കെ ഉണ്ട് ചെറിയ റോളിൽ. രജനി അങ്ങനെ ഒരു കുറച്ച് ഒരു റെലവൻ്റ് ആയിട്ടുള്ള തോന്നുന്ന ഒരു ക്യാരക്ടറാണ്, കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിലെ ക്യാമിയോ എല്ലാവർക്കും അറിയാം അല്ലേ, പക്ഷേ
ഇപ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞാല് ഇതില് ഷാഫി ഉണ്ട് കേട്ടോ. ഷാഫിയുടെ കാര്യത്തില് ഷാഫി ഇങ്ങനെ ഒരു കുറച്ചൊരു ടയേർഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പൊ നമുക്ക് ആ ഒരു ആശാൻ എന്നൊക്കെ വിളിച്ച് റെസ്ലിംഗ് ആയിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മൂപ്പരൊരു സിനിമയിലുള്ളൊരു അപ്പിയറൻസ്. മമ്മൂട്ടി വന്നത് എനിക്ക് വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം ഒരു ക്യാമിയോ എന്നുള്ള രീതിയിൽ മാത്രമല്ല, മമ്മൂട്ടി ഒന്നാമത് വളരെ ടയേർഡാണ്. എനിക്ക് തോന്നുന്നു കുറെ ഗ്യാപ്പിന് ശേഷം വന്നതാണെന്ന് തോന്നുന്നു. അന്ന് അസുഖമൊക്കെ വന്നിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് വന്നതായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ഒരു എനർജി ഇല്ല. പിന്നെ ആ ഒരു കോസ്റ്റ്യൂമില് വളരെ ബോറായിരുന്നു. അത് മാത്രമല്ല മമ്മൂട്ടിയുടെ മോഡുലേഷനെ കുറിച്ച് നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തന്നെയാണ് ഡയലോഗ് ഡെലിവറിയിലെ ഏത് സ്ലാങ്ങിലും ഉള്ള ഒരു മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒട്ടും ശരിയായിട്ടില്ല. എന്തോ ഒരു റോബോട്ടിക് ആയിട്ട് ഇങ്ങനെ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചെയറിൽ ഇരുന്ന് കുറെ ഡയലോഗ്സ് ഇങ്ങനെ വിളിച്ചു പറയുന്ന പോലെയൊക്കെ തോന്നി. അത് വേണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ആ ഒരു അപ്പിയറൻസ്, ആ ക്യാമിയോ ഒട്ടും ഇതിൽ വർക്കായിട്ടില്ല. പണ്ട് വാൾഡർ ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കൻ ഐറ്റമാണ്, നമ്മുടെ നാട്ടിൽ ഇറക്കണ കോസ്റ്റ്യൂം കുസ്തിയാ. എടാ കോസ്റ്റ്യൂം കുസ്തിക്ക് നാടകീയത ഉണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. അപ്പൊ ഇവരെ കൂടെ തന്നെ കാര്യമായിട്ട് റോളുള്ള ഒരാളാണ് വേദിക ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു കുട്ടി. അപ്പൊ ഒരു ആ റീലിലൂടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനിൽ കുട്ടീനെ ഒരു അഡൽട്ട് ക്യാരക്ടറായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ അഡൽട്ട് സീനിൽ കുട്ടി നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ തോന്നുന്നു ഇത്രയും ചെറിയ കുട്ടിക്ക് എങ്ങനെ ഒരു ചില ഡയലോഗുകളൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് ഓടായിട്ട് തോന്നാം. പക്ഷെ അത്യാവശ്യം നല്ല സ്കില്ലുള്ള, വളരെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാന്ന് തന്നെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ ട്രെയിൻ ചെയ്തത് അല്ലെ, ഈ ഒരു റിങ്ങിൽ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാനൊക്കെ ഇവരെ ട്രെയിൻ ചെയ്തത് കലൈ കിങ്സനാണ് മെയിൻ ട്രെയിനർ. വേറെയും 2 ട്രെയിനേഴ്സും കൂടി ഉണ്ട്. അപ്പൊ കലൈ കിങ്സന് സത്യത്തിൽ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇതുപോലെ ഒന്നും അറിയാത്ത ആക്ടേഴ്സിനെ ഇത്രയൊക്കെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പെർഫോം ചെയ്യിച്ചത് കലൈ കിങ്സനാണ്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് പാർട്ട് പ്രവീൺ പ്രഭാകറാണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ചില ഏരിയകളിലൊക്കെ എഡിറ്റിംഗ് ആവശ്യമുണ്ടായിരുന്നു സിനിമയിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന മുജീബ് മജീദാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് പിന്നെ റെസ്ലിംഗ് റിംഗിലാണല്ലോ, ആ സമയത്തുള്ള ആവേശം കാണിക്കാൻ എന്നുള്ള. അപ്പൊ അവിടെ കുറച്ച് ലെവലിംഗ് ഒന്ന് ചെയ്യാമായിരുന്നു. ആ മ്യൂസിക് കുറച്ച് ഒന്ന് ലെവൽ ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോഴൊക്കെ കുറച്ച് ഓവർ ഹൈ പിച്ചായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതില് ശങ്കർ സാൻലോയ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ട്രിയോ വന്നത് എനിക്ക് തോന്നുന്നു അവർ മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടുകൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കളക്റ്റീവ് മൂഡിലുള്ള പാട്ടുകൾ, അങ്ങനെ ഒരു സിംഗിൾ ക്യാരക്ടർ സംഭവമല്ല. അത് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് ഇമ്പ്രസീവായിട്ട് നമ്മൾ വിചാരിക്കുന്നൊരു ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു റെസ്ലിംഗ് ആ ഒരു ഫീലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ജോയ്ഫുൾ റൈഡ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു മൂഡൊക്കെ കൊണ്ടുവരുന്ന 1-2 പാട്ടുകളൊക്കെ കേട്ട പോലെയാണ് ഓർമ്മ. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസും. ബേസിക്കലി നമ്മൾ ചത്തപ്പച്ച സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ സിനിമ ഹാളിൽ വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല. കുറച്ച് ഈ സ്റ്റോറിയൊക്കെ എങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഈ സിനിമ അതിലേക്ക് അങ്ങോട്ട് മേർജ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന സിനിമയല്ല. പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു തീം കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തത്, ടെക്നിക്കലി സൗണ്ടായിട്ട് സിനിമ ചെയ്തതും, ആ ഒരു സംഭവമൊക്കെ തീർച്ചയായിട്ടും ചത്ത പച്ച എന്ന സിനിമയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട അപ്രിസിയേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഓവറോൾ ഈ സിനിമയെ കുറിച്ചിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.